ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ കുഴച്ച് പരത്തി കഷ്ടപ്പെടാതെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നല്ലപോലെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് രാത്രിയൊക്കെ നമ്മൾ കിടക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് അരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. രാവിലെ എടുത്തിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതിനെ അരച്ചിട്ടെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1-2 ടീസ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ചൂടോട് കൂടെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഇതുപോലെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂണാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കൽത്തപ്പം റെഡിയാക്കി എടുക്കുന്നത് സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അരി അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് മധുരമുള്ള രീതിയിലും റെഡിയാക്കി എടുക്കാം. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ചൊരു കുഴിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കാം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ ഒന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട്. ഇത് സെയിം രീതിയിൽ തന്നെ നമുക്ക് കുക്കറിലും ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കുക്കർ കലത്തപ്പം റെഡിയാക്കി എടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് നമ്മളെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം ഹൈയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് ചുറ്റിച്ചിട്ട് വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ മാവ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറഞ്ഞ രീതിയിലാക്കി കൊടുത്തിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ യൂസ് ചെയ്തിട്ട് കുത്തി നോക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് തന്നെ അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്തപ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുത്തി നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പലഹാരം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ലിഡിൻ്റെ മുകളിലുള്ള ആ ഒരു ആവിയൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷമാണ് ഞാനിതിനെ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാനിതാ ഇവിടെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ പലഹാരം പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് സ്പാച്ചില അല്ലെങ്കിൽ ഒരു കത്തിയൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് വെടിയിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ പാത്രത്തിൽ നിന്നും എടുക്കാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് വളരെ സിമ്പിളാണ്. കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് സമയം നമ്മൾ കുഴച്ച് പരത്തി അങ്ങനെ കഷ്ടപ്പെട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേ രീതിയിൽ 1-2 പലഹാരങ്ങൾ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ബീഫ് കറിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയും അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇനി കുട്ടികൾക്കൊക്കെ മധുരമുള്ള രീതിയിൽ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇതാ ഫുള്ളായിട്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആരെടുത്തിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ കലത്തപ്പം റെഡിയാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതും ഉള്ളത്. പക്ഷേ നമ്മൾ മധുരമില്ലാത്ത ആ ഒരു രീതിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് പലഹാരത്തിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.